സ്പെയിനിലെ വല്ലാദോളിഡ് എന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കത്തീഡ്രൽ ദെ ന്യൂസ്ത്ര സിന്യോറ ദെ ലാ അസൻസിയോൺ എന്ന കത്തീഡ്രലിലേക്കാണ് ഇന്നത്തെ യാത്ര. സ്പാനിഷ് രാജാവായ ഫിലിപ്പ് രണ്ടാമന്റെ നിർദ്ദേശപ്രകാരം 16-ാം നൂറ്റാണ്ടിലാണ് ഈ കത്തീഡ്രലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പ്രശസ്ത സ്പാനിഷ് വാസ്തുശില്പിയായ ജുവാൻ ദെ ഹെറേറയാണ് ഇതിന്റെ രൂപരേഖ തയ്യാറാക്കിയത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കത്തീഡ്രലുകളിലൊന്ന് നിർമ്മിക്കുകയായിരുന്നു രാജാവിന്റെ ലക്ഷ്യം. എന്നാൽ പിൽക്കാലത്ത് തലസ്ഥാനം മാഡ്രിഡിലേക്ക് മാറ്റേണ്ടി വന്നതോടുകൂടി ഇതിന്റെ പണി പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അനാവശ്യമായ അലങ്കാരങ്ങളോ കൊത്തിപ്പണികളോ ഇല്ലാതെ വലിയ കൽക്കട്ടകൾ കൃത്യമായ ജ്യാമിതീയ രൂപത്തിൽ ചെത്തിയൊരുക്കിയാണ് ഇതിന്റെ ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കല്ലുകളുടെ സ്വാഭാവികമായ ഭംഗിയും വലിപ്പവും തന്നെയാണ് ഈ നിർമ്മിതിക്ക് ഗാംഭീര്യം നൽകുന്നത്. കത്തീഡ്രലിനുള്ളിലെ ഏറ്റവും വലിയ ആകർഷണം ജുവാൻ ദെ ഹെറേറ നിർമ്മിച്ച അതിമനോഹരമായ അൾത്താരയാണ്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇത് പിന്നീട് മറ്റൊരു പള്ളിയിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഈ കത്തീഡ്രലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പല ഭാഗങ്ങളിലെയും കൽപ്പണികൾ പാതി വഴിയിൽ നിർത്തിവെച്ച രൂപത്തിൽ ഇന്നും കാണാമെന്നതാണ്. പള്ളിയുടെ പുറകുവശത്തും ചില ചുവരുകളിലും കല്ലുകൾ പണി പൂർത്തിയാകാതെ പരുക്കൻ രീതിയിൽ നിൽക്കുന്നത് നേരിട്ട് കാണാൻ കഴിയും. നിർമ്മാണം പെട്ടെന്ന് നിലച്ചുപോയതിന്റെ ചരിത്രപരമായ തെളിവുകളാണ് ഈ കല്ലുകൾ.